കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് രാഖി. ഞാൻ ലേൺവേസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെൻഡറാണ്. ഇന്നത്തെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ കടന്നു പോകുന്നത് MMPC 011 എന്ന് പറയുന്ന MBA സെക്കൻഡ് സെമസ്റ്ററിലെ ഒരു പേപ്പറിലൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലേൺവേസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറേ സൈക്കിൾസിലായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയേഴ്സ് കഴിഞ്ഞു പോയ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നടത്തി നിങ്ങൾക്ക് വളരെ സുഗമകരമായ രീതിയിൽ ഓരോ ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അനാലിസിസ് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ അനാലിസിസിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വളരെ വിലപിടിപ്പുള്ള സമയം, നിങ്ങൾക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ സമയം വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. സോ ഈ വർഷവും അല്ലെങ്കിൽ ഈ സൈക്കിളിലും നമ്മുടെ ഭാഗത്തുനിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ MMPC 011 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ MMPC 011 സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് എന്നതാണ് സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോക്യുമെന്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ഈ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണിത്. ഇതിൽ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ച് എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ റിവിഷൻ നല്ല രീതിയിൽ നിങ്ങളുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാസ്റ്റിലെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ട്. അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ സിലബസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുവഴി നമുക്ക് എന്താണ്, കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന തീംസുകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെടുക്കുന്ന എഫേർട്ടിന് നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളെ സഹായിക്കും. അപ്പൊ ഈ ഡോക്യുമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റിലെ ഓരോ പേജസിലും ഇനി വരുന്ന ഓരോ താളുകളിലും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സിലബസ് മാപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് നമ്മൾ ഓരോ ടോപ്പിക് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ TE എക്സാമിന് വന്നിട്ടുള്ളത് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് വന്നിട്ടുള്ള കൂടുതൽ വെയിറ്റേജ് ഉള്ള ബ്ലോക്ക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേണിന്റെ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റിന്റെ ഫോർമാറ്റ് വരുന്നത്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയാണ് ഈയിടെയായിട്ട് കണ്ടുവരുന്ന പുതിയ പുതിയ ട്രെൻഡുകൾ എന്നുള്ളതൊക്കെ ഈ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, നിങ്ങൾക്ക് കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കൂടുതൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി തമ്മിൽ വരാനായിട്ട് കമ്പാരിറ്റീവ്ലി വരാൻ ചാൻസ് ഉള്ള കൂടുതൽ ടോപ്പിക് ഏതാണ്, അപ്പൊ അതിനെ കുറിച്ച് പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേൺവേസിലെ സ്റ്റുഡൻസിന് കിട്ടുന്ന പ്രത്യേകം ഒരു ഫീച്ചറാണ് അതിന്റെ തന്നെ ഈ നമ്മൾ ഇതിൽ അവസാനം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ ആൻസേഴ്സ് അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീം. അത് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ലേണേഴ്സിന്
നൽകുന്ന ഒരു പ്രത്യേകം ഒരു ഫീച്ചറാണ്. ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് നമ്മൾ ഈ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. ലേൺവൈസിൽ ലേണേഴ്സിന് അവൈലബിൾ ആക്കുന്നതാണ് കേട്ടോ. ഇനി മെത്തഡോളജി കോൾ ഔട്ട്. വി സിസ്റ്റമാറ്റിക്കലി റിവ്യൂഡ് the entire archive of MMPC 011 TEE papers and correlated question frequencies to the latest syllabus structure. Topic weighting was refined by prioritizing both recent trends and syllabus evaluation for precise prediction. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ലേൺവേസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിരിക്കുന്നത് MMPC 011 ടേം ആൻഡ് എക്സാമിനേഷന്റെ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് അതിലെ അല്ലെങ്കിൽ കണ്ടുവരുന്ന പ്രവണതകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസുമായിട്ട് അത് ഒത്തുവെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണ് ഏതൊക്കെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ സിലബസിന്റെ ബേസിൽ നിങ്ങളുടെ മുമ്പിലോട്ട് ഒരു പ്രൊഡക്ഷൻ നമ്മൾ നൽകുകയാണ്. ഇനി നമ്മളൊരു മോട്ടിവേഷൻ നോട്ട് നിങ്ങൾക്ക് തരികയാണ്. ലെറ്റ് ദിസ് ഗൈഡ് ബി യുവർ സ്ട്രാറ്റജിക് കമ്പാനിയൻ, സ്റ്റഡി സ്മാർട്ടർ നോട്ട് ഹാർഡർ ആൻഡ് അപ്രോച്ച് ദ TEE വിത്ത് ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് വിന്നിംഗ് നെറ്റ്സ്. അതായത് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും സ്മാർട്ടർ, ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണല്ലോ, സ്മാർട്ട് വർക്ക് അല്ല നമുക്ക് വേണ്ടത്, ഹാർഡ് വർക്ക് അല്ല നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങളുടെ മുമ്പിലില്ല. കാരണം നിങ്ങളെല്ലാവരും പല ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന്, പല റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഉള്ള സമയം വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാണ് വേണ്ടത്. അതിന് നിങ്ങൾ സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ വരാൻ പോകുന്ന TEE എക്സാമിനേഷൻ 011 എന്ന് പറയുന്ന പേപ്പറിനെ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട്, കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് വിജയിക്കണം, അല്ലെങ്കിൽ ഒരു വിന്നിങ് എഡ്ജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. അപ്പോൾ സിലബസ് മാപ്പിംഗ് നമ്മൾ നടത്തുകയാണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുകയാണ് എക്സാം റിലവൻസിന്റെ ബേസിൽ. അപ്പൊ അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ 19 ചോദ്യങ്ങൾ ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 നിന്ന് 22 ചോദ്യങ്ങളാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 നിന്ന് 28 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 4 നിന്ന് 16 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ബേസിൽ നിങ്ങൾക്കൊരു ചാർട്ട് നൽകിയിരിക്കുകയാണ്. ബ്ലോക്ക് 1 കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും പറയത്തക്കതായിട്ടില്ല. ബ്ലോക്ക് 3 നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. തൊട്ട് പിറകെ തന്നെ ബ്ലോക്ക് 2 ഉണ്ട്, ദെൻ ബ്ലോക്ക് 1 ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു ലീസ്റ്റ് പ്രിഫറൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 4 ആണ്. ഇനി സിലബസ് മാപ്പിംഗ് നമുക്ക് നോക്കാം. ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഓരോ യൂണിറ്റ് വൈസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ യൂണിറ്റ് 1 നിന്ന് നിങ്ങളോട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സൊസൈറ്റി എൻവയോൺമെന്റ് ഓർഗനൈസേഷൻ ഇന്റർഫേസ് എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 5 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 2 OB മോഡൽ സിസ്റ്റം വ്യൂ, അതൊരു 7 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം വ്യൂവിലാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 3 ക്ലാസിക്കൽ സോഷ്യൽ മാൻ തിയറി 7 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 7 നിന്ന് വെച്ചിട്ട് ഓരോ ടോപ്പിക് ഇതാണ്. യൂണിറ്റ് 4 നിന്ന് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി 9 തവണ, മീഡിയം റെലവൻസ് ആണ്. പിന്നെ യൂണിറ്റ് 5 നിന്ന് ലേണിംഗ് ബിഹേവിയർ മോഡിഫിക്കേഷൻ 11 തവണയാണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 6 നിന്ന് പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ, യൂണിറ്റ് 7 നിന്ന് മോട്ടിവേഷൻ. ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 8 നിന്ന് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ടീം വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചോദിച്ചിട്ടുള്ളത്. 10 തവണയാണ്. അപ്പൊ ഇത് ഹൈ റെലവൻസിലോട്ട് വരുന്നതാണ്. യൂണിറ്റ് 9 വരുമ്പോൾ കോൺഫ്ലിക്ട് നെഗോസിയേഷൻ ബാർഗെയിനിങ്, അത് 12 തവണയാണ്, ഹൈ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് 10 നിന്ന് സ്ട്രെസ്, ബേൺ ഔട്ട്, റെസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ടോപ്പിക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം റേഞ്ചിൽ വരുന്നതാണ്. ബ്ലോക്ക് 4, അതായത് അവസാനത്തെ ബ്ലോക്കിലോട്ട് വരുമ്പോൾ യൂണിറ്റ് 11, 12, 13, 14, 15 എന്ന് പറയുന്ന യൂണിറ്റ്സുകൾ ഉണ്ട്. അതിൽ യൂണിറ്റ് 11 നിന്ന് എംപ്ലോയി എംപവർമെന്റ്, അത് 5 തവണയാണ് ആ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 12 നിന്ന് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ്
ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് 7 തവണ. യൂണിറ്റ് 13 ഇൻക്ലൂസീവ്നെസ് ജെൻഡർ ഡൈവേഴ്സിറ്റി 3 തവണ. യൂണിറ്റ് 14 ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് 2 തവണ. യൂണിറ്റ് 15 ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഇന്റലിജൻസ് 4 തവണ. ഇപ്പോൾ യൂണിറ്റ് 4 വരുമ്പോൾ യൂണിറ്റ് 4 കൂടുതൽ ലോ റേഞ്ചിലുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ലോ റെലവൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ ഒന്ന് നോക്കിയേക്കാണ്. ഹൈ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ 10 തവണയേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഹൈ റെലവൻസിലോട്ട് മാറ്റിയിരിക്കേണ്ടത്. മീഡിയം റേഞ്ച് ഒരു 5 to 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ലോ ബിലോ 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, പി ജി, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഒരു ഹീറ്റ് മാപ്പ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2, 1, 2 എന്നൊക്കെ മീഡിയം റേഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 4 തൊട്ട് യൂണിറ്റ് 7 ആണ്. അതിൽ യൂണിറ്റ് 4 നിന്ന് മീഡിയം റേഞ്ചും യൂണിറ്റ് 5 നിന്ന് ഹൈ റെലവൻസ് വരുന്നത്, പിന്നെ 2 മീഡിയം ലെവല്. യൂണിറ്റ് 3 നിന്ന് ബ്ലോക്ക് 3 നിന്ന് നിങ്ങൾക്ക് യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 10 ആണ് വരുന്നത്. അതിൽ നിന്ന് ആ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് 2 ഹൈ റിലവൻസ് വരുന്ന ചോദ്യങ്ങളും ഒരു മീഡിയം റിലവൻസ് വരുന്ന ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അതായത് യൂണിറ്റ് 10-ലാണത്. ഹൈ റിലവൻസ് വന്നിരിക്കുന്നത് യൂണിറ്റ് 8-ൽ, യൂണിറ്റ് 9-ലാണ്. ബ്ലോക്ക് 4 നിങ്ങൾക്ക് 2 മീഡിയം റേഞ്ചിൽ അല്ലെങ്കിൽ മീഡിയം റിലവൻസ് വരുന്നു. ബാക്കി 3 എന്ന് പറയുന്നത് ലോ ഇതിലും വരുന്നതാണ്. അപ്പോൾ കൂടുതൽ തവണ ഹൈ റിലവൻസ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ബ്ലോക്ക് 3-ൽ നിന്നാണ് 2 തവണ. പിന്നീട് ഹൈ റിലവൻസ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ബ്ലോക്ക് 2-ൽ നിന്നാണ്. ബ്ലോക്ക് 1-ൽ ഹൈ റിലവൻസ് ചോദ്യങ്ങൾ വന്നിട്ടില്ല, എല്ലാം മീഡിയം റേഞ്ച് ആണ്. ബ്ലോക്ക് 4-ലോട്ട് വരുമ്പോൾ മീഡിയവും ലോ റിലവൻസും കൂടി മിക്സ്ഡ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹീറ്റ് മാപ്പിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈ ഇനിയാണ് നമ്മളിവിടെ ഡാർക്ക് ആക്കി കൊടുത്തിരിക്കുന്നത്, മീഡിയം. അപ്പോൾ ഇവിടെ ബ്ലോക്ക് 3-ൽ ആദ്യത്തെ 2 യൂണിറ്റിൽ എന്തായിരുന്നു, ഹൈ ചോദ്യങ്ങൾ, ഹൈ റിലവൻസ് വരുന്നതായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് 2 യൂണിറ്റിനെ ഇതാക്കിയപ്പോൾ കൂടുതലായി, അതിൽ നിന്നാണ് കൂടുതൽ ഹൈ റിലവൻസ് ചോദ്യങ്ങൾ. പിന്നെ മീഡിയം, മിഡ് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് വരുന്നു. ലോ, ലൈറ്റസ്റ്റ് ഷെയ്ഡ്, ലോ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് 4-ൽ നിന്നാണ് ലോ റിലവൻസ് വരുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി കീ ഇൻസൈറ്റ് ബോക്സ് നോക്കാം. ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് നോക്കാം. കോൺഫ്ലിക്ട്, നെഗോസിയേഷൻ ആൻഡ് ബാർഗൈനിങ്. യൂണിറ്റ് 9-ൽ വരുന്ന, നമ്മൾ പറഞ്ഞു ബ്ലോക്ക് 3-ൽ നിങ്ങൾക്ക് ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ? കോൺഫ്ലിക്ട്, നെഗോസിയേഷൻ, ബാർഗൈനിങ് എന്ന് പറയുന്ന യൂണിറ്റ് 9-ലെ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ യൂണിറ്റ് 5 ബ്ലോക്ക് 2, ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ടീം വർക്ക് യൂണിറ്റ് 8 ബ്ലോക്ക് 3. ഇനി ജസ്റ്റ് നോട്ട് കൊടുത്തിരിക്കുകയാണ്. ഓൾ ഡാറ്റ എബവ് ആർ ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് കൗണ്ട്സ് ഫ്രം ജൂൺ 2022 ടു ഡിസംബർ 2024 TE ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതായത് നമ്മളിവിടെ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ജൂൺ 2022 മുതൽ ഡിസംബർ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാംസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇനി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. ഡിറ്റക്റ്റഡ് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റുകൾ, ഏതൊക്കെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളാണെന്നുള്ളത്. നിങ്ങൾക്ക് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളാണ് പറയുന്നത്. അപ്പോൾ അത് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ടിപ്പിക്കൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 20 മാർക്കാണ് വരുന്നത്. അതിന് നിങ്ങൾ ഒരു 350 to 500 വേർഡ്സ് നിങ്ങൾ എഴുതണം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഇതൊക്കെ നിങ്ങൾക്ക് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്.
അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതിന് ടിപ്പിക്കൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 8 മാർക്സിനാണ് വരാറുള്ളത്. ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ അതിന് നിങ്ങൾ 100 മുതൽ 150 വേർഡ്സ് പെർ നോട്ട് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അതിന്റെ ആൻസർ എഴുതാനായിട്ട്. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൺസൈസ് ആയിട്ട് വളരെ ബ്രീഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കേസ് സ്റ്റഡി പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അതിന് 20 മുതൽ 40 മാർക്കാണ് വരിക. അതൊരു സെക്ഷൻ ബി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുക. അത് കമ്പൽസറി ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും, 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 40 മാർക്കാണ് ടോട്ടൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റിന് 10 മാർക്സ് വെച്ചിട്ട്. അപ്പോൾ 250 മുതൽ 500 വരെയാണ് അതിന്റെ വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എഴുതാനായിട്ട്. ഓരോ ക്വസ്റ്റ്യൻസുകളും മീൻസ് എഴുതാനായിട്ട് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഇവിടെ ഐ മീൻ മൊത്തമായിട്ട് 4 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് തരുന്നു. റീഡ് ദ കേസ് ആൻഡ് ആൻസർ ഇവാലുവേറ്റ് ദ മാനേജേഴ്സ് ആക്ഷൻ. ഒരു കേസ് നിങ്ങൾക്ക് തന്നിട്ട് അതിലൂടെ ബേസിൽ പറയുകയാണെങ്കിൽ മാനേജറിന്റെ ആക്ഷനെ കുറിച്ച് നിങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുകയാണ്. അതേപോലെ തന്നെ തീമാറ്റിക് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അത് ടിപ്പിക്കൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 12 ആണ്. എക്സ്പെക്ടഡ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 to 300 വേർഡ്സ് ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് റോൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ ഓർഗനൈസേഷൻ. ലെസ് ഫ്രീക്വന്റ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ. അത് നമ്മളിവിടെ അങ്ങനെ വരാറില്ല. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, MCQ പാറ്റേൺ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊന്നും വരാറില്ല. അതിന്റെ ഒരു മാർക്ക് മുതൽ 2 മാർക്ക് വരെയാണ് അതിന് വരാറുള്ളത്. വളരെ റയർ ആയിട്ടേ വരാറുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണം, ക്രിട്ടിക്കൽ ഒരു അനാലിസിസ് നടത്തണം. അതുപോലെ തന്നെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാം. 10, 15 മുതൽ 20 വരെ മാർക്കാണ് വരിക. അതിന് 350 to 500 വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിസ്പ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്, വളരെ കൺസൈസ് ആയിട്ട് എഴുതേണ്ടതാണ്. 5 മുതൽ 8 വരെ മാർക്കാണ് വരിക. അതിന് 100 മുതൽ 150 വാക്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ റിയൽ വേൾഡിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സിനാരിയോ നിങ്ങളുടെ മുമ്പിലോട്ട് തരുന്നു. അതിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഒരു 2-4 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 40 മാർക്കായിരിക്കും. 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 മാർക്കിന്, 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് ഒരു 250 മുതൽ 500 വരെ വാക്കുകൾ ഉൾപ്പെടുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അത് എഴുതാനായിട്ട്. അതുപോലെ തന്നെ തീമാറ്റിക് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്തെങ്കിലും ഒരു കോർ ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെ. അതിന് 10 മുതൽ 12 വരെ വാക്കുകളാണ്. അപ്പോൾ ഇതിനൊരു അതിനൊരു 200 to 300 വേർഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ആവറേജ് മാർക്സ് അവാർഡഡ് പെർ ബ്ലോക്ക്. കഴിഞ്ഞ ഒരു 5 സെഷൻസിലായിട്ട് ആവറേജ് മാർക്ക് ഔട്ട് ഓഫ് ഒരു 100ൽ എങ്ങനെയാണ് ഓരോ ബ്ലോക്കുകൾക്കും മാർക്കിന്റെ പെർസെൻറ്റേജ് വരുന്നതെന്നാണ്. ബ്ലോക്ക് 1ൽ നിന്ന് ഏകദേശം 16% ചോദ്യങ്ങളും, ബ്ലോക്ക് 2ൽ നിന്ന് 21% ചോദ്യങ്ങളും, ബ്ലോക്ക് 3ൽ നിന്ന് 36% ചോദ്യങ്ങളും, ബ്ലോക്ക് 4ൽ നിന്ന് 19% ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ അറൗണ്ട് 92% ക്വസ്റ്റ്യൻസുകൾ അതിൽ കവറായിപ്പോയി. അപ്പോൾ നമ്മളിതൊരു പാസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് 3ൽ നിന്നാണ് എന്ത് വരുന്നത്, കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, തന്നിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നീട് അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് എസ്സേയുടെ December 24ലെ എസ്സേ ക്വസ്റ്റ്യൻ കുറച്ച് സ്ലൈറ്റ്ലി കുറവാണ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്, കേസ് സ്റ്റഡികൾ വരുന്നുണ്ട്. ഏറ്റവും കുറവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തീമാറ്റിക് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ നമുക്ക് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഓരോ വർഷം കൂടുന്തോറും കൂടി വരികയാണ് വരുന്നത്. ഇപ്പൊ അറൗണ്ട് 30% ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് ഷോർട്ട് നോട്ട് ടൈപ്പ് ആണ്. അതേപോലെ തന്നെ കേസ് സ്റ്റഡി അതും അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. ഏകദേശം 20% മുതൽ 26% ചോദ്യങ്ങൾ ഒരു 2022 മുതൽ വരെയുള്ള പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേസ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ആ ഗ്രാഫിൽ കൊടുത്ത പോലെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ വളരെ സ്ലൈറ്റ്ലി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കുറച്ചിത്തിരി ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നുണ്ട്. വൈൽ തീമാറ്റിക് ആൻഡ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ്, തീമാറ്റിക് അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ മൈനർ ആയിട്ട് ചോദിക്കാറുള്ളൂ.
അപ്പോൾ പ്രിപ്പറേഷൻ ടിപ്പ് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടിയുടെ പേപ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 അവേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവേഴ്സ് ആണ്. നോർമലി ഇതുവരെയുള്ള ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സമയം എന്ന് പറയുന്നത് 100 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങളുടെ എല്ലാത്തിനെയും കൂടി വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്കോറിംഗ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ 55 മുതൽ 60 മിനിറ്റോളം നിങ്ങൾ എസ്എ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിവോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അതിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 40 മുതൽ 45 മിനിറ്റോളം ഷോർട്ട് നോട്ട്. ഈ രീതിയിൽ നിങ്ങൾ ടൈം അറേഞ്ച് ചെയ്യാം. നിങ്ങൾ ഒരു 60 മിനിറ്റോളം നിങ്ങൾ എന്ത് ചെയ്യുക, എസ്എ ക്വസ്റ്റ്യൻസോളം എഴുതാൻ മാറ്റി വെക്കുക. ഒരു 45 മിനിറ്റോളം ഷോർട്ട് നോട്ട്സോളം എഴുതി വെക്കാനായിട്ട് നിൽക്കുക. പിന്നെ ഒരു 45 മിനിറ്റ് നിങ്ങൾക്ക് കേസ് സ്റ്റഡി, കമ്പൽസറി കേസ് സ്റ്റഡി ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാറ്റി വെക്കുക. അതുപോലെ തന്നെ റിമൈനിങ് ആയിട്ട് ഒരു 30 മുതൽ 35 ക്വസ്റ്റ്യൻസോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫൈനൽ റിവ്യൂവിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്ക് കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനും കൂടി ആ 30 മുതൽ 35 മിനിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്ലസ് നിങ്ങൾ റിവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊക്കെ കറക്റ്റ് തന്നെയല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പ്രൊപ്പോർഷണൽ ആയിട്ട് നിങ്ങൾ ടൈം കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ മാർക്കിന്റെ വെയിറ്റേജിന്റെ ബേസിലാണ് നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേണ്ടതിന് കൂടുതൽ സമയം കൊടുക്കുക, കുറവ് സമയം വേണ്ടതിന് കുറവ് കൊടുക്കുക. റിവേഴ്സ് പ്രോസസ്സ് ചെയ്യാതിരിക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതി തീരില്ല. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റിന്റെ ബേസിൽ അനാലിസിസ് നടത്തിയിരിക്കുകയാണ്. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസുകളാണ് പറയുന്നത്. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, കൂടുതൽ തവണ വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. ബ്രീഫ്ലി ഡിസ്കസ് ദ പ്രോസസ് ഓഫ് കോൺഫ്ലിക്ട് ആൻഡ് എനി 2 ഫ്രെയിംവർക്സ് ഓഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. ഓരോന്നും ഓരോ തവണ എത്ര തവണയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള താഴെ അപ്പിയറൻസ് കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ. അപ്പിയറൻസ് കൊണ്ട് 5 തവണയാണ്. അതുപോലെ തന്നെ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പെർസെപ്ഷൻ 5 തവണ ചോദിച്ചു. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ടീംസ്. ബ്രീഫ്ലി ഡിസ്കസ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി 4 തവണ ചോദിച്ചു. ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഓർഗനൈസേഷൻ 4 തവണ ചോദിച്ചു. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മോഡൽസ് ടു അണ്ടർസ്റ്റാൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ 4 തവണ ചോദിച്ചു. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇമോഷണൽ ഇന്റലിജൻസ് 4 തവണ ചോദിച്ചു. ഡിസ്കസ് സ്ട്രാറ്റജീസ് ഫോർ മാനേജിംഗ് സ്ട്രെസ്, ബേൺഔട്ട് ആൻഡ് റെസ്റ്റ് ഔട്ട് 3 തവണ ചോദിച്ചു. ഡിസ്ക്രൈബ് ദി സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ദെയർ റെലവൻസ് 3 തവണ ചോദിച്ചു. ഇനി ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുകയാണ്. ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിന്ന് വരുന്ന ചോദ്യമാണ്. 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് അതിന് വരുന്നത് 13 മാർക്കാണ്. കോൺഫ്ലിക്ട് പ്രോസസ് ആൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ചോദ്യം ബ്ലോക്ക് 3യിലെയാണ്, യൂണിറ്റ് 9ലെയാണ്. 5 തവണയാണ് ചോദിച്ചത്. ആവറേജ് മാർക്ക് 12 ആണ്. അതുപോലെ തന്നെ OCB ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് 12ലാണ്. ആവറേജ് മാർക്ക് 11 ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ 10 ആണ് അതിന്റെ ആവറേജ് മാർക്ക് വരുന്നത്. ഗ്രൂപ്പ് വേഴ്സസ് ടീംസ് പ്രൊഡക്ടിവിറ്റി യൂണിറ്റ് 8ലെയാണ്. 10 ആണ് അതിന്റെ ആവറേജ് മാർക്ക്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഓർഗനൈസേഷൻ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5ലെയാണ്. അപ്പിയറൻസ് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. 11 ആണ് അതിന്റെ ഒരു ആവറേജ് മാർക്ക് വരുന്നത്. മോഡൽസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 4 ആവറേജ് മാർക്ക് 1. ഷോർട്ട് നോട്ട്സ് ഇമോഷണൽ ഇന്റലിജൻസ് ബ്ലോക്ക് 4 യൂണിറ്റ് 15 അപ്പിയറൻസ് 4 average mark 6. Managing stress, burnout, rest out, block 3, unit 10, appearance 3, average mark 9. Stages of group development, block 3, unit 8, appearance 3, average mark 10.
ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്കൊരു അഡ്വൈസ് നമ്മുടെ ഭാഗത്ത് തരുന്നതാണ്. പ്രാക്ടീസ് ഈച്ച് ഓഫ് ദീസ് ഹൈ yield ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈംഡ്. നിങ്ങൾ ടൈം ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ 2 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. റൈറ്റ് ദ ഫുൾ ആൻസർ ഇൻ 12 to 15 minutes ടു സ്റ്റിമുലേറ്റ് ദി എക്സാം കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ ഹൈ yield വരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഒരു 12 മുതൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തീർക്കുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം കണ്ടീഷനായിട്ട് നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഫോർ ഷോർട്ട് നോട്ട്സ് ഫോക്കസ് ഓൺ സ്ട്രക്ചറിങ് യുവർ റെസ്പോൺസ് ആൻഡ് അറൌണ്ട് ഡെഫിനിഷൻ, റെലവൻസ് ആൻഡ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. ഷോർട്ട് നോട്ട്സുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് അതിന്റെ റെലവൻസിന്റെ ബേസിൽ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസ് സ്ട്രക്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസുകൾ എഴുതുമ്പോൾ നിങ്ങൾ ബുള്ളറ്റിൻ പ്ലാൻ പോയിന്റ്സ് ഒക്കെ കൊടുക്കുക. അതേപോലെ തന്നെ എഴുതുന്നതിന് മുമ്പ് അതിന്റെ ഒരു പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കുക. അത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിലോട്ട് നിങ്ങൾ ബുള്ളറ്റിൻ പോയിന്റ് പോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ പോയിന്റ്സുകൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്കിലും ആൻസർ ഷീറ്റിലും ആ പോയിന്റുകൾ അപ്പം തന്നെ നോട്ട് ചെയ്തോളൂ. എന്നിട്ട് അതിൽ ഓരോ പോയിന്റുകൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഒരു പൈ ചാർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസുകളാണ് ഏകദേശം 71.7% തവണ ഒരു ഔട്ട് ഓഫ് 100 കവർ ചെയ്ത് പോയിരിക്കുന്നത്. അതർ ക്വസ്റ്റ്യൻസുകൾ അതായത് 28.3% ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുകയാണ്. പ്രാക്ടീസ് ഈ ടോപ്പ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 12. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 10 ക്വസ്റ്റ്യൻസുകൾ, കാരണം അതൊരു 71% അല്ലെങ്കിൽ ഒരു 72% വരുന്നുണ്ട്. അത് 2 തവണയെങ്കിൽ ആ ടോപ്പ് 10 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു ടൈമർ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു റിയൽ എക്സാം സെന്ററിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കൂട്ടാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റേജ് കൊടുത്ത് അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് തന്നിരിക്കുകയാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 നിന്നാണ്. യൂണിറ്റ് 4 ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റിക്ക് ഏകദേശം 60% ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്, എക്സാമിന് ചോദിക്കാനായിട്ട്. പിന്നെ ഒരു 70% ചാൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോസിയേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് 3 യൂണിറ്റ് 9. 60% ചാൻസ് വരുന്നതാണ് ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ആണ്. യൂണിറ്റ് പ്രോബിലിറ്റി ഒരു 50% വരുന്നതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ലേണിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക് 2 യൂണിറ്റ് 5. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷന് 50% ചാൻസ് പ്രോബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ 50% ചാൻസ് ഉണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 ഇമോഷണൽ ഇന്റലിജൻസ് 14% ചാൻസ് ഉണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 മോഡൽസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ 40%. ബ്ലോക്ക് 3 ജോബ് സ്ട്രെസ് ബേൺ ഔട്ട് ആൻഡ് റെസ്റ്റ് ഔട്ട് 30% ചാൻസ് ആണുള്ളത്. ബ്ലോക്ക് 4 എംപ്ലോയി എംപവർമെന്റ് 30% ചാൻസ്. ബ്ലോക്ക് 4 ജെൻഡർ ആൻഡ് ഡൈവേഴ്സിറ്റി 20% ചാൻസ് ആണുള്ളത്. ബ്ലോക്ക് 1 സൊസൈറ്റി എൻവയോൺമെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഇന്റർഫേസ് 20%-ഓളാണ് ചാൻസ് ഉള്ളത് വരാനായിട്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് 20%-ഓളം ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട് കൊടുത്തിരിക്കുകയാണ്. കൺസിസ്റ്റൻസി അപ്പിയേഴ്സ് എവറി ആൾട്ടർനേറ്റ് പേപ്പർ ഇൻ സം ഫോം. അതായത് ഇവിടെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ്ലി അപ്പിയേഴ്സ് എവറി ഓൾട്ടർനേറ്റ് പേപ്പേഴ്സ് ഇൻ സം, അതായത് നിങ്ങൾക്കൊരു ഫുട് നോട്ട്, അതായത് ഈ ടോപ്പിക്കുകളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് നെഗോസിയേഷൻ എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയതിൽ 7 തവണയോളം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗ്രൂപ്പ് തിയറി പ്രൊഡക്ടിവിറ്റി, അതൊക്കെ ഡിസ്റ്റിങ്വിഷ് ഗ്രൂപ്പ് ഓർ ടീം ഈസ് എ സ്റ്റേബിൾ ഫേവറേറ്റ് ആണ്, എല്ലാ വർഷവും വരുന്നതാണ്. അതുപോലെ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ലേണിംഗ് റെഗുലർലി ഇൻക്ലൂഡ് ഇൻ ബോത്ത് എസ്സേസ് ആൻഡ് ഷോർട്ട് നോട്ട്സിൽ വരാറുണ്ട്. പെർസെപ്ഷൻ ഫാക്ടേഴ്സ് അത് നിങ്ങളോട് തിയറി അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. OCP is a common short note and concept essay area ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് ഓഫൺ ഇൻക്ലൂഡഡ് among right short notes option. OB models asked for direct explanation and comparison. ഇനി പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഹൈ വരുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആണ്, അതായത് മോർ ദാൻ 70% ചാൻസ് ഉള്ളതാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക.
ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. മീഡിയം റേഞ്ചിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 മുതൽ 69% ചാൻസസ് ഉള്ളതാണ്. അതിൽ വരുന്നതാണ് പേഴ്സണാലിറ്റി, ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി, ബിഹേവിയർ മോഡിഫിക്കേഷൻ, പെർസെപ്ഷൻ, OCB, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ OB മോഡൽസ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ. പിന്നെ ലോ റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ 40% താഴെ ചാൻസ് വരുന്നതാണ് ജോബ് സ്ട്രെസ്, എംപവർമെന്റ്, ഡൈവേഴ്സിറ്റി, സോഷ്യൽ എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ മോട്ടിവേഷൻ. ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുകയാണ് ഓരോ ടോപ്പിക്കുകൾക്ക് വരാനായിട്ടുള്ള ചാൻസസ്. ഉള്ളപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാം പേഴ്സണാലിറ്റി 60%, കോൺഫ്ലിക്ട് ഓർ നെഗോസിയേഷൻ 70% എന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അന്ന് ഓരോന്നിനും പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ഒരു പ്രാക്ടീസ് ടിപ്പ് തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ഹൈ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ ഫുൾ ലെങ്ത് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ അതിന്റെ ഒരു ക്രിസ്പായിട്ടുള്ള രൂപം മനസ്സിൽ നിങ്ങൾ എഴുതുക 5 മിനിറ്റിനുള്ളിൽ. പിന്നീട് നിങ്ങൾ ഒരു 12 15 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി തീർക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. കറക്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ തന്നെയാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ 3 hours, മാക്സിമം 100 ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ നിങ്ങൾക്ക് സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ ബി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ കേസ് സ്റ്റഡി ആയിരിക്കും വരിക. നിങ്ങളോട് അറ്റംപ്റ്റ് ചെയ്ത് 3 സെക്ഷൻ എയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസോളാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ 20 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ 60 മാർക്സ് ആയി. സെക്ഷൻ ബി ഈസ് കമ്പൽസറി 40 മാർക്കാണ് വരുന്നത്. അപ്പൊ 60 + 40 100 മാർക്കായി. ഇപ്പൊ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഇതിൽ തന്നിട്ടുണ്ട് ഏത് ബ്ലോക്കിലെയാണ്, ഏത് യൂണിറ്റിലെ ചോദ്യങ്ങളാണ്, ഏത് ടോപ്പിക് ആണെന്നുള്ളത്. അപ്പൊ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഓരോ ക്വസ്റ്റ്യൻസോളും പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ 2 ഏതാ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻസോളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്. ആ കേസ് സ്റ്റഡി നിങ്ങൾ അത് വായിച്ച് അതിൽ ഓരോ കേസിന്റെയും ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ 4 ക്വസ്റ്റ്യൻസോള് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസോളും ബ്ലോക്ക് 4നെ കവർ ചെയ്തിട്ടൊക്കെ എടുത്തിരിക്കുന്നത് കണ്ടോ. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 11 എംപവർമെന്റ്, ബ്ലോക്ക് 3ലെയാണ് പിന്നെ ഫസ്റ്റത്തെ ബ്ലോക്ക് 4ലെ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8 ആണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് CMB ഇതിൽ കേസ് സ്റ്റഡി ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കത് നിങ്ങൾ സ്വന്തമായിട്ടൊരു ആൻസർ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു എക്സാം എഴുതി തീർക്കണം എന്നാണ് ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആസ് എ മെന്റർ എന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ടിപ്സുകൾ യൂസ് ചെയ്യുക. നമ്മൾ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് MPC 011 എന്ന് പറയുന്ന സബ്ജക്റ്റ് എഴുതി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല ലേൺവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇതിനു വേണ്ടിയിട്ടുള്ള ആശംസകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. ലേൺവേഴ്സ് ലേണേഴ്സിന് വേണ്ടിയിട്ട് അത് അവർക്ക് ആക്സസ് ചെയ്യാം, ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലേൺവൈസ് നിങ്ങളുടെ ഒരു നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ തരുന്ന ഇത്രയും ഇൻപുട്ടുകൾ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നല്ലൊരു ഔട്ട്പുട്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെട്ടു, നമ്മൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ മുമ്പിലോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇൻഫർമേഷൻസ് ഒരിക്കലും മിസ് ഔട്ട് ആക്കാത്ത രീതിയിൽ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തണമെങ്കിൽ ലേൺവൈസിന്റെ യൂട്യൂബ് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസുകളും കറക്റ്റായിട്ട് എത്തും. ഒരു ഇഗ്നോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് മിസ്സാവില്ല.
കേട്ടോ. ഇവൻ എക്സാമിന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ദി ലേണേഴ്സ്.